ഔഷധങ്ങളിൽ മൂന്നാമത്തേത് സദൃശവാക്യം 3:7-8 വാക്യങ്ങളിൽ കാണാവുന്നതാണ്. 1ഉം 2ഉം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് സന്തുഷ്ട കുടുംബവും സന്തുഷ്ട ഹൃദയവും വിശ്വസ്തതയുമാണ്. സദൃശവാക്യം 3:7-8 വാക്യങ്ങളിൽ നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, എന്നാൽ അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. ആരോഗ്യമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തുന്നത് അവൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ഉണ്ടായിരിക്കുമെന്നാണ്. പരിശുദ്ധാത്മാവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. അതിന് വേണ്ടുന്ന കാര്യം നിനക്ക് തന്നെ നീ ഒരിക്കലും ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. സ്വയം ജ്ഞാനിയാണെന്ന് തോന്നുന്നവനാണ് നിഗളവും അഹങ്കാരവും വരുന്നത്. ആ നിഗളം വരുമ്പോഴാണ് പലരെയും വെല്ലുവിളിക്കുന്നതും ഞാനെന്ന ഭാവം അവരിലുണ്ടാകുന്നതും. ആദ്യം നമുക്ക് ഞാൻ എന്ന ആ ചിന്ത ഉണ്ടായ ഒരു വ്യക്തിയെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് തന്നെ നോക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാം. അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ അവന് വന്ന മാറ്റത്തെക്കുറിച്ചും വായിക്കാവുന്നതാണ്. നെബൂഖദ്നേസർ രാജാവ് തൻ്റെ മിടുക്ക് കൊണ്ടാണ് ബാബേലിലെ ധനമാഹാത്മ്യമെല്ലാം ഉണ്ടായതെന്നും തൻ്റെ പ്രതാപകാലത്താണ് ഈ മഹതിയാം ബാബിലോൺ പണിതതെന്നും സ്വയം അഹങ്കരിച്ചപ്പോൾ ദൈവം അവനൊരു ശിക്ഷ നൽകുകയും ആ വാക്കുകൾ അവൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശിക്ഷ ആരംഭിച്ചു. 7 കാലം അവൻ ആ ശിക്ഷയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ ഉന്നതങ്ങളിലേക്ക് നോക്കുകയും തൻ്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ തൻ്റെ ബുദ്ധിയും പദവിയും തിരിച്ച് ദൈവം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അഹങ്കരിക്കുന്നവനായാലും തൻ്റെ കണ്ണുകളെ ഉയർത്തുമ്പോൾ, ദൈവം നിശ്ചയിച്ച സമയത്ത് ആ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവന് ഇതെല്ലാം മടക്കി ലഭിക്കും. അഹങ്കാരത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് രാജാവ് മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പലരുടെയും വായിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യം, ഞാൻ അങ്ങനെ ചെയ്തു, ഞാനിങ്ങനെ ചെയ്തു എന്ന്. ഞാനല്ല, ഞാനൊന്നും ചെയ്യാൻ കഴിവുള്ളവനല്ല. എൻ്റെ ദൈവം അനുവദിച്ചാൽ ഞാൻ ചെയ്യും, ദൈവം പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കും. ആ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. 1 ശമൂവേൽ 17-ാം അധ്യായം നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തോന്നുന്ന ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടേ തോന്നും, അല്ലെ ഒരു വാക്കുതർക്കമായിട്ടല്ല, ഇസ്രായേലും ഫെലിസ്ത്യരും തമ്മിലുള്ള യുദ്ധമായിട്ടേ തോന്നും. എന്നാൽ ഞാനത് നമുക്ക് ചിന്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് 3 വ്യക്തികളെയാണ്. ഒന്ന് ശൗൽ എന്ന് പറയുന്ന വ്യക്തി, രണ്ടാമത്തേത് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി, 3 ഗോലിയാത്ത് എന്ന് പറയുന്ന വ്യക്തി. ഈ ഗോലിയാത്ത് അവൻ സ്വയം ജ്ഞാനിയാണെന്ന് തോന്നും. അവന് യഹോവയെ ഭയമൊന്നുമില്ല. അവൻ എല്ലാവരെയും അങ്ങ് വെല്ലുവിളിക്കുക. അവൻ്റെ നീളം, അവൻ്റെ കവചം, അവൻ്റെ ബലം, അവൻ്റെ വാള്, ഇതെല്ലാം അവന് വലിയ കാര്യമാണ്. എന്നാൽ അവൻ യഹോവയെ ഭയപ്പെട്ടിരുന്നില്ല. ഇവൻ വെല്ലുവിളിച്ചത് ആരെയാണ്? രണ്ടാമത്തെ വ്യക്തി ശൗൽ. അവൻ രാജാവാണ്. യഹോവയുടെ പ്രവാചകനായ ശമൂവേലിനെ കൊണ്ട് യഹോവയെ അഭിഷേകം ചെയ്യിച്ചവനാ. യഹോവയെ അഭിഷേകം ചെയ്തവൻ ആ കഴിവ് വരേണ്ടിയതാ. അവനെ ഇസ്രായേലിലെ രാജാവായി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവ പ്രവാചകനെ കൊണ്ട് അഭിഷേകം ചെയ്യിച്ചവനാണ്. എന്തുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു ഗോലിയാത്ത് വന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നത്? നമ്മുടെ ജീവിതത്തിലും തകർച്ചകൾ വരുമ്പോൾ നാം തിരിഞ്ഞൊന്ന് നോക്കേണ്ടുന്ന സമയമാണ്. അവൻ്റെ ജീവിതത്തിൽ തകർച്ച വരാൻ ഒരു കാരണമുണ്ടായിരുന്നു.
അവനത് മനസ്സിലാക്കിയില്ല. എന്തായിരുന്ന കാര്യം? രാജാവായപ്പോൾ ദൈവം അവനോട് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. നീ യുദ്ധത്തിന് പോകണം, പക്ഷേ യുദ്ധം ചെയ്യുമ്പോൾ ആ ശത്രുവിനെ പൂർണ്ണമായി നശിപ്പിക്കണം. ആ ശത്രു ആരാന്നറിയാവോ? അമാലേക്കരെ നീ പൂർണ്ണമായി നശിപ്പിക്കണം. അവിടുന്ന് ഒന്നും എടുക്കരുത്. യഹോവ വെറുത്ത കൂട്ടമാണ് ഈ അമാലേക്കര്. അവരെ നീ പൂർണ്ണമായി നശിപ്പിക്കണം. പക്ഷേ ഈ ശൗൽ ചെന്നപ്പോൾ ആഗാഗിനെ, അവിടുത്തെ രാജാവിനെ അവനും കൈയോടെ കൊണ്ടുപോന്നു. അവിടെയുള്ള മേത്തരമായതെല്ലാം, സാധനങ്ങളും ആടുകളും മാടുകളും എല്ലാം എടുത്തുകൊണ്ട് പോന്നു. യഹോവ പ്രവാചകനെ വിട്ടു. നീയല്ലേ അവനെ അഭിഷേകം ചെയ്തത്, അവനെ രാജാവാക്കിയതിൽ ഞാൻ ദുഃഖിക്കുന്നു. നീ ചെന്ന് അവനോട് പറയാൻ പറഞ്ഞു. ചെന്നപ്പോഴേ പറഞ്ഞു, ഞാനെല്ലാം ചെയ്തു കേട്ടോ, പക്ഷെ ഞാൻ കേൾക്കുന്ന ഈ കരച്ചിലിൻ്റെ ശബ്ദം ഇടുന്ന അതേ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അവൻ വേല വെച്ചു. അവൻ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ യഹോവ പറഞ്ഞു, ഞാൻ അവനെ ആ രാജസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. പകരം എന്ത് ചെയ്യണമെന്ന് പ്രവാചകനോട് പറയുന്നു. നീ ഇശായിയുടെ ഭവനത്തിലേക്ക് പോവുക, ഞാൻ പറയുന്നവനെ എനിക്ക് രാജാവായിട്ട് എടുക്കണം. അപ്പോൾ ഒന്നാമത്തെ അവസരം കൊടുത്തവൻ ആ തെറ്റനുസരണക്കേട് കാണിച്ചപ്പോൾ യഹോവ അവനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് യഹോവ പ്രവാചകനെ രണ്ടാമത്തെ ആളിൻ്റെ അടുക്കലേക്ക് അയക്കുന്നത്. ഇശായിയുടെ വീട്ടിൽ ചെന്നു. ഇശായിയുടെ 7 മക്കളെയും കണ്ടു. 7 പേരെ യഹോവ തിരഞ്ഞെടുത്തില്ല. മനുഷ്യർ നോക്കുന്നതല്ല യഹോവ നോക്കുന്നത്. നീളവും മണ്ണും സൗന്ദര്യവും ഉള്ളവനെ ഒന്നും അവിടെ വേണ്ട. യഹോവ പറഞ്ഞു, അടുത്ത ആളിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ കാട്ടില്ല. ഈ കുഞ്ഞ് കാട്ടിലെ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയപ്പെടാതെ കിന്നരം വായിച്ചു കൊണ്ടിരിക്കുന്നവനാ. അവനെ യഹോവ കണ്ടെത്തി. യഹോവ അവനെ കൊണ്ടുവന്നു. അവനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. അവനെ അഭിഷേകം ചെയ്യിച്ചു. ഗോലിയാത്ത് ശൗലിനോട് പോരാടാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പടയെല്ലാം ഭയന്നു. ആ വാക്കുകൾക്കകത്തുണ്ട്, ഭയപ്പെട്ട ഇസ്രായേൽ ജനം. 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവർ ഭയപ്പെട്ടു. ഭയം അവരിൽ വരാൻ കാരണം അവർ യഹോവയെ അനുസരിച്ചില്ല എന്നുള്ളതാണ്. 15-ാമത്തെ വാക്യത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മത്സരം ആഭിചാരദോഷം പോലെ, ശാഠ്യം മിഥ്യാപൂജ വിഗ്രഹാരാധനയും പോലെയാകുന്നു എന്ന്. അനുസരണക്കേട് കാണിച്ചവനോട് തുണയായിട്ട് യഹോവ ഉണ്ടായിരിക്കുകയില്ല. അവിടെ പ്രശ്നം ആരംഭിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ഗോലിയാത്ത് വന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഓർത്തോണം, എവിടെയെങ്കിലും നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന്. പക്ഷെ ദാവീദ് കിന്നരം വായിച്ചവനായിരുന്നു. എന്നിട്ടെന്താ അവൻ ഗോലിയാത്തിൻ്റെ നേരെ പോയത്? ഈ ഗോലിയാത്തെന്ന് പറയുന്നവൻ ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ നേരെ നായകനായി വന്നിട്ട് ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിക്കുക. അത് കേട്ടപ്പോൾ ഈ കുഞ്ഞിന് പിടിച്ചില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിക്കാൻ ഈ അഗ്രചർമ്മിക്ക് ആരാ അവകാശം കൊടുത്തത്? ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കാൻ ഇവൻ ആരാ അധികാരം കൊടുത്തത്? അവൻ ഫെലിസ്ത്യൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ്റെ നേരെ പോകുവാൻ തയ്യാറായി. രാജാവ് കൊടുത്ത യുദ്ധത്തിൻ്റെതായ കാര്യങ്ങളൊന്നും അവൻ സ്വീകരിച്ചില്ല. ഞാൻ ശീലിച്ചിട്ടില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ കല്ലും കവണയും മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഫെലിസ്ത്യൻ്റെ നേരെ ചെന്നപ്പോൾ ഫെലിസ്ത്യൻ ചോദിച്ചു, എടാ, ഒരു നായുടെ നേരെ പോകുന്ന പോലെ നീ എന്തിനാടാ കല്ലും കൊണ്ട് എൻ്റെ നേരെ വന്നത്? അപ്പോൾ ബാലൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ
സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച് കളയും എന്ന് പറഞ്ഞവൻ ധൈര്യത്തോടെ ചെന്നു. അവൻ ധൈര്യത്തോടെ ചെന്നപ്പോൾ ഇവൻ ഓർത്തതൊരു പേട്ടി ഇറക്കാനാന്നല്ലോ എന്ന്. അവൻ എന്തു ചെയ്തു? തൻ്റെ കവണയും കല്ലും എടുത്ത് കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിയിലേക്ക് എറിഞ്ഞൊരു കല്ല്. അതവൻ്റെ നെറ്റിയിൽ പതിഞ്ഞു. അവൻ കമന്നു വീണപ്പോൾ, തോൽവിയുടെ ലക്ഷണമാണ് കമന്നു വീഴുന്നത്, ദാവീദ് ഓടിച്ചെന്ന് അവൻ്റെ പുറത്ത് കയറി നിന്ന് അവൻ്റെ വാള് തന്നെ എടുത്ത് അവൻ്റെ തല വെട്ടിയെടുത്തു. അതെ, അഭിഷക്തൻ ഒരു കല്ല് മതി. കല്ല് ഉപയോഗിക്കാനുള്ളതാ. ഒരു കല്ല് മതി നിനക്ക്. നിൻ്റെ ഒരു വാക്ക്, നിൻ്റെ ഒരു പ്രാർത്ഥന നിനക്ക് ശക്തിയും ബലവും തരുന്നതാണ്. അപ്പോൾ യഹോവയെ ഉള്ളിൽ സ്വീകരിക്കുന്നവന് ഒരു ദോഷവും വരത്തില്ല. അവൻ സ്വയം ജ്ഞാനിയാണെന്ന് അവന് തോന്നിയില്ല. അവൻ എന്തോ പറഞ്ഞു? ഞാൻ ശീലിച്ചിട്ടുള്ളതേ ഞാൻ എടുക്കൂ. കാരണം ഞാൻ ഇത്രയും നാളും വനത്തിൽ ശീലിച്ചതാണ്. ഞാൻ ശീലിച്ചതെനിക്ക് മതി. ഞാൻ ശീലിച്ചതേ ചെയ്യൂ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് യഹോവയെ ഭയപ്പെട്ട് സ്വയം ജ്ഞാനിയാണെന്ന് തോന്നാതെ ധൈര്യത്തോടെ പോയവനെ യഹോവ അനുഗ്രഹിച്ചു. അവൻ ശക്തിയുള്ളവനായി തീർന്നു. ശത്രുവിനെ തോൽപ്പിച്ചു. ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും ധൈര്യത്തോടെ പോകാം. എന്താ കാരണം? ഞാൻ ജ്ഞാനിയല്ല. എനിക്കുള്ള ജ്ഞാനം ആര് തരുന്നതാ? എൻ്റെ ദൈവം തരുന്നതാ. ഒരിക്കലും ഞാൻ യഹോവയ്ക്കെതിരായിട്ട് ചിന്തിക്കത്തില്ല. യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ നടക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് ഒന്നിച്ചു തന്ന വിലയേറിയ മരുന്നിനായി സ്തോത്രം. സമ്പൂർണ്ണ ആരോഗ്യമുള്ളവരായിരിക്കാൻ ഒരിക്കലും ജ്ഞാനിയെന്ന് തോന്നാതെ യഹോവയുടെ വഴിയിൽ നടക്കുകയും യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറി ജീവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്ന മൂന്നാമത്തെ ഔഷധവും വിശ്വസ്തയോടെ പാലിക്കുവാൻ, ഉപയോഗിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. തന്ന നന്മയ്ക്കായിട്ട് സ്തോത്രം. ഈ കേൾവിക്കാരായ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. പ്രശ്നങ്ങൾ വരുമ്പോൾ പതറുന്നവരായിട്ടല്ല, യഹോവയുടെ നാമത്തിൽ പ്രശ്നത്തിൻ്റെ നേരെ ചെല്ലുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. കൃപ കൂടിയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.